ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോഡ്സ് പ്ലസ് ഫ്രം ഡെത്തിൻ്റെ 13ാമത്തെ എപ്പിസോഡാണ്. അതായത് ഫൈനൽ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ റിച്വലിന് ആവശ്യമായിട്ടുള്ള എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. അതിൽ ആരെയൊക്കെയാണോ ഇവർ ഓൾറെഡി കൊന്നത്, അതായത് ബോംബിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇവർ ഓൾറെഡി കൊന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ കണ്ണും വായും എല്ലാം തന്നെ തുന്നിക്കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെയൊക്കെ റിച്വലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവരെ കഴുത്തിലൂടെ കയറൊക്കെ ഇട്ട് അവരെ ആ ഒരു മരത്തിലൊക്കെ തൂക്കിയിടുന്നുണ്ട്. ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് അവിടെ ഡറൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടാൽ വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. അതേസമയം തുപ്പിനെ ഇവർ പിടിച്ചുകൊണ്ട് വന്നിട്ട് തുപ്പാണെങ്കിൽ അവിടെ ബോധം ഇല്ലാതായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവന് ബോധം വരുന്നുണ്ട്. അങ്ങനെ കണ്ണു തുറന്ന് അവനും ചുറ്റിലും എന്താ സംഭവിക്കുന്നതെന്നൊക്കെ നോക്കുന്നുണ്ട്. ഇവർ റിച്വൽ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എങ്ങനെ താൻ തടയുന്നുള്ള രീതിയിൽ അവൻ ഇരിക്കുകയാണ്. കിങ്ങിനും ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ആ ടൈമിന് ബോംബാണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് വരുന്നതും പെട്ടെന്ന് തന്നെ തുപ്പാണെങ്കിൽ ബോംബിനെ പ്രൊവോക്ക് ചെയ്യാണ്. അവനെ എടുത്തിട്ട് അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ കൈ ചങ്ങലുകൊണ്ട് കെട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവന് വലത്തോട്ടൊന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ബോംബ് തുപ്പിനെ നന്നായിട്ട് തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന കിങ്ങിനായാലും അവൻ്റെ ആ ഒരു കയ്യിലെ ചങ്ങല കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ബോംബ് തുപ്പിനെ അടിച്ചിട്ട് തിരിച്ചിങ്ങനെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് കിങ് അവൻ്റെ കാല് ഉപയോഗിച്ച് ബോംബിനെ തട്ടിയിടാണ്. എന്നിട്ട് അവൻ്റെ കൈ കെട്ടിയിരിക്കുന്ന ഒരു ചങ്ങല യൂസ് ചെയ്ത് തന്നെ ബോംബിൻ്റെ കഴുത്തങ്ങ് പിടിച്ചിറുക്കുന്നുണ്ട്. ബോംബ് മരിക്കും എന്നുള്ള സിറ്റുവേഷൻ ആവാണ്. പെട്ടെന്ന് തുപ്പ് ബാക്കിലേക്ക് നോക്കെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ കിങ് തിരിയുന്നതിന് മുന്നേ തന്നെ അത്തിക്കുൻ ബാക്കിൽ നിന്ന് വന്ന് നിന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ച് കിങ്ങിനെ കുത്തുന്നുണ്ട്. ആ ഒരു വേദനയിൽ കിങ് ആണെങ്കിൽ ബോംബിൻ്റെ ഒരു പിടി വിടാണ്. ബോംബ് അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. ആ ടൈമിൽ അത്തിക്കുൻ നീ എൻ്റെ മോനെ കൊല്ലാൻ നോക്കുന്നോടാ എന്നിങ്ങനെ ചോദിച്ചിട്ട് രണ്ടുപേരും തന്നെ എത്രയും പെട്ടെന്ന് റിച്വൽ ചെയ്യാമെന്നൊരു തീരുമാനത്തിലെത്തുന്നുണ്ട്. അടുത്ത് സിങ്ങിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ സിങ് നേരെ മെക്കും പിന്നെ സേയും നിൽക്കുന്നിടത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് തുപ്പിനെയും അവർ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. അവരങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോഴാണ് സിങ് പെട്ടെന്നൊരു കാര്യം ആലോചിക്കുന്നത്. തുപ്പിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് കൊടുത്ത ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ, അതിലാണെങ്കിൽ ട്രാക്കർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വെച്ച് ലൊക്കേഷൻ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ തന്നെ ആ ഒരു ഏരിയയിലേക്ക് കണ്ടുപിടിച്ചിട്ട് പോകാനേ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ സ്ഥലമൊക്കെ കിട്ടിയിട്ട് പോകാനേ വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. അടുത്ത് വീണ്ടും തുപ്പിനെയൊക്കെ കാണിക്കുമ്പോൾ ഇപ്പോൾ വെനസ്ഡേ ആയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ വെനസ്ഡേ ജനിച്ചത് ഡറിൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ബോംബ് ഡറിനെ കൊല്ലാനേ പോവാണ്. ഡറിൻ്റെ കഴുത്തിൽ അവൻ ഭയങ്കര ടാങ്ങി വലിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ അവൻ്റെ അച്ഛൻ അത്തിക്കുൺ അവനോട് പറയുന്നുണ്ട്, നമുക്ക് ഇന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മിക്കവാറും പോലീസുകാർ അതായത് ആ സിങ് എല്ലാം അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് എത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ദിവസങ്ങൾ നോക്കിക്കേണ്ട, ബാക്കിയുള്ള തുപ്പിനെയും കിങ്ങിനെയും കൂടെ അങ്ങ് കൊന്നിട്ട് നമുക്ക് ഈ റിച്വൽ ഇപ്പം തന്നെ നടത്താം. എന്നാലേ നമുക്ക് നമ്മുടെ ആയുസ് നീട്ടാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം എൻ്റെ ശരീരത്തിന് ഇനിയും പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ വല്ലാണ്ട് ക്ഷീണിച്ച് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് അയാൾ ഈ റിച്വൽ ചെയ്യുന്ന തന്നെ മരണമില്ലാതെ ജീവിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്താലേ ഇയാൾക്ക് വീണ്ടും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബോംബാണെങ്കിൽ അത് വേണോ വെച്ചാൽ അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇനിയിപ്പോൾ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ, നമുക്കിതൊരു വലിയ റിച്വലാക്കി മാറ്റാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ബോംബാണെങ്കിൽ ഡറിൻ്റെ കഴുത്ത് ഒന്ന് ആങ്ങി വലിച്ചു വിടാണ്. അപ്പോൾ കഴുത്ത് മുറിയുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അങ്ങ് താനെ കിടന്ന് മരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തുപ്പിനെ കൊല്ലാനായിട്ട് അങ്ങോട്ടേക്ക് പോകാനായി നിൽക്കുന്നുണ്ട്. എന്നാൽ ആ സമയം അത്തിക്കുനിന് ഒരു സെൻസ് ഓഫ് ഫീലിംഗ് പോലെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അതായത് സിങ് എല്ലാം ഈ സ്ഥലം കണ്ടുപിടിച്ച് ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്ന്. അതുകൊണ്ട് തന്നെ അവരെ തടയാനായിട്ട് ആ ഒരു പെണ്ണിൻ്റെ പ്രേതം അവരെപ്പോഴും അറ്റാക്ക് ചെയ്യുന്ന അതിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ വീണ്ടും സിങ്ങിനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ സിങ്ങും മെക്കും സെയും കൂടെ ആയിട്ട് നേരെ ഈ ഒരു ലൊക്കേഷനിലേക്ക് വരാനേ നിൽക്കുന്നുണ്ട്. സിങ്ങും സെയും ഒരു കാറിൽ കയറി അതിൽ വരാനേ നിൽക്കുകയാണ്. മെക്ക് മറ്റൊരു വണ്ടിയിലാണ് കയറുന്നത്. അപ്പം മെക്കാണെങ്കിൽ അത് എടുത്തുകൊണ്ട് ആദ്യം പോകാനേ നിന്നിട്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവനെ കൊണ്ട് പറ്റുന്നില്ല. തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണിൻ്റെ പ്രേതം അവൻ്റെ വണ്ടിയുടെ പുറകിലായിട്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രേതം മനഃപൂർവ്വം തന്നെ അവൻ്റെ വണ്ടി കൊണ്ട് അവിടെ സൈഡിലുള്ളൊരു ഏലിൽ ഇടിപ്പിക്കുകയാണ്. അങ്ങനെ അവൻ അപകടം പറ്റുന്നുണ്ട്. അവൻ്റെ നെറ്റിയെല്ലാം മുറിഞ്ഞ് നന്നായിട്ട് ചോര വരുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരുന്ന സിങ്ങും സെയും അവരെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ അത് പിന്നെ ആ ഒരു പ്രേതം വന്നു കൺട്രോൾ ചെയ്തു എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അവരെ ഉടനെ തന്നെ ആംബുലൻസ് വിളിക്കാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ മെക്ക് ഇല്ല ഞാൻ ഓക്കെയാണ്, നിങ്ങൾ വേഗം തുപ്പിൻ്റെ അടുത്തേക്കൊക്കെ പോകാൻ പറഞ്ഞിട്ട് ഇവരെ നിർബന്ധിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായി നോക്കുന്നുണ്ട്. അങ്ങനെ ഇവർ കാറിലേക്ക് ചെന്ന് കയറുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രേതം ഇവരെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അത് പതിയെ ആ ഒരു വണ്ടിയുടെ അടുത്ത് ക്ലോസ് ആയി വരുന്നുണ്ട്. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആവുന്നുണ്ട്. പെട്ടെന്നാണ് ഇങ്ങൊരു കാര്യം ചെയ്യുന്നത്. മുമ്പ് തുപ്പാണെങ്കിൽ കുറേ മന്ത്രങ്ങളും കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട് ഇവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവനിപ്പോൾ അതെല്ലാം തന്നെ ഇങ്ങനെ പറയാനേ തുടങ്ങുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞതും ആ ഒരു പ്രേതത്തിന് അവിടെ നിൽക്കാനേ പറ്റുന്നില്ല. അതിങ്ങനെ ദേഹമൊക്കെ കരിഞ്ഞു പോകുന്ന പോലെയൊക്കെ ആയിട്ട് അത് അവിടെ നിന്ന് മാങ്ങി പോവാണ്. എല്ലാം ഓക്കെ ആയി എന്ന് മനസ്സിലാകുമ്പോൾ സേ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചതെന്ന്. ആ ടൈമിന് എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്താണെന്ന് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ നേരെ കാറും എടുത്ത് ആ ഒരു ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്. വീണ്ടും തുപ്പിനെയൊക്കെ കാണിക്കുമ്പോൾ ബോമാണെങ്കിൽ ഇപ്പോൾ ഡറിനെ കൊല്ലാൻ കണക്കിന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ആ ടൈമിൽ എടാ നിർത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് ബോമിനെ തടയാനായിട്ട് ഇവ ശ്രമിക്കുന്നുണ്ട് സംസാരിച്ചുകൊണ്ട് തന്നെ. അത് കേട്ടുകൊണ്ട് അത്തിക്കുൻ വന്നിട്ട് നീയാണെങ്കിൽ മുന്നേ മരിക്കേണ്ടായിരുന്നു, നിൻ്റെ അമ്മേനെ കൊന്നപ്പോൾ നിന്നെയും കൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചാണ്, പക്ഷേ അന്ന് നീ രക്ഷപ്പെട്ടു, എന്തായാലും നീ എൻ്റെ മോനല്ലേ, ഇന്ന് ഞാൻ നിന്നെ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു കത്തിയെടുത്ത് അവൻ്റെ നേർക്ക് പോകുന്നുണ്ട്. ആ ടൈമിന് അവനാണെങ്കിൽ ശപിക്കുന്ന പോലെ അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്ത എല്ലാത്തിനും നിങ്ങൾ നരകത്തിൽ പോയി അനുഭവിക്കുമെന്ന്. ഇതേ സെയിം ഡയലോഗ് മരിക്കുന്നതിന് മുന്നേ ഇവൻ്റെ അമ്മയും ഇയാളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവനിങ്ങനെ പറയുമ്പോൾ അയാൾക്ക് ആ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. അയാളപ്പം തന്നെ അവനെ കത്തി ഉപയോഗിച്ച് കുത്തി കൊല്ലാനേ പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തുപ്പിൻ്റെ അമ്മയുടെ ആത്മാവ് അവിടെ വന്നിട്ട് അയാളെ തടയുവാണ്. അവൻ്റെ അമ്മയുടെ ആത്മാവിനെ അവനും കാണാൻ പറ്റുന്നുണ്ട്, അയാൾക്കും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മയുടെ പേര് ദാവു എന്നാണ്. സോ അയാളിപ്പോൾ ആ ദാവു നീ ഇവിടെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്.
അപ്പോൾ തന്നെ അവൻ്റെ അമ്മേനെ അയാൾ കൊന്ന ആ ഒരു രാത്രി നടന്ന ഇൻസിഡൻറ്റ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ സീരീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടത് തുപ്പിൻ്റെ അമ്മയാണെങ്കിൽ അവനെ അവൻ്റെ മുത്തശ്ശിയുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് പെട്ടെന്ന് എങ്ങോട്ടേലും പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതായിരുന്നു. എന്നിട്ട് അവൻ്റെ മുത്തശ്ശിയാണെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിലുള്ള സന്യാസിയുടെ കയ്യിൽ അവനെ ഏൽപ്പിക്കുകയും ചെയ്തതായിരുന്നു. ഇപ്പോൾ ആ ഒരു സീൻ തന്നെയാണ് കാണിക്കുന്നത്. തുപ്പിൻ്റെ അമ്മയാണെങ്കിൽ അവൻ്റെ മുത്തശ്ശിയുടെ കയ്യിൽ അവനെ കൊടുത്തു വിടുന്നുണ്ട്. അതിനുശേഷം അമ്മ തിരിയുമ്പോഴത്തേക്കും ഇയാൾ കൊല്ലാൻ കണക്കിന് അവരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അമ്മ രക്ഷപ്പെടാനേ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ പറ്റുന്നില്ല. അയാൾ പിടിച്ചുകൊണ്ട് പോയിട്ട് നല്ലതുപോലെ ഉപദ്രവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം നിങ്ങൾ അനുഭവിക്കും, നീ എന്തൊക്കെ ചെയ്തോ അതിനെല്ലാത്തിനും നീ നരകത്തിൽ പോവും, എന്തെങ്കിലും ചെറിയ ദുഷ്ടത തന്നെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ നിനക്ക് നേരെ തിരിയും, നീ നരകിച്ച് തന്നെ മരിക്കും എന്ന് പറഞ്ഞിട്ട് ഇയാളെ ശപിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളാണെങ്കിൽ നീ എത്ര ധൈര്യം ഉണ്ടെങ്കിലും ശപിക്കൂ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം തന്നെ ദാവുവിനെ കൊന്നു കളയുന്നുണ്ട്. പിന്നീട് ഇയാളാണെങ്കിൽ ആ റിച്വൽ ചെയ്യുവാണ്. ആ റിച്വലിന് വേണ്ടിയിട്ട് ഓൾറെഡി 2-3 പേരെ ഇയാൾ കൊന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവൻ്റെ അമ്മേനെയും കിട്ടിയിരിക്കുകയാണ്. പിന്നെ വേറെ 2-3 ബോഡിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇവരെല്ലാവരും അറ്റാക്ക് ചെയ്യുന്ന ഒരു പെണ്ണിൻ്റെ പ്രയത്നം കാണുമല്ലോ, ആ ഒരു ലേഡീനെയും അയാൾ അന്ന് രാത്രി എന്തായിരുന്നു കൊന്നിട്ടുണ്ടായിരുന്നത്. ലാബ എന്ന് പറയുന്ന അത്തിക്കുഞ്ഞിൻ്റെ വൈഫായിട്ടുള്ള നേഴ്സായി വർക്ക് ചെയ്യുന്ന ആ ഒരു ലേഡി, അത് ഈ ലേഡി തന്നെയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവരെയും കൊണ്ടുപോയിട്ട് അന്ന് നൈറ്റ് തന്നെ അയാൾ കൊല്ലുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇയാളിങ്ങനെ റിച്വലൊക്കെ ചെയ്യുന്നതാണ്. അതായത് ബോംബിന് വേണ്ടിയിട്ടും ഇയാൾക്ക് വേണ്ടിയിട്ടും ഇവർ രണ്ടുപേരും മരിക്കാതെ മുന്നോട്ട് തന്നെ ജീവിച്ച് പൊക്കോണ്ടിരിക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വീണ്ടും വരുമ്പോഴത്തേക്കും തുപ്പിൻ്റെ അമ്മ തുപ്പിനെ ആ കൊല്ലുന്നതിൽ നിന്ന് ഇയാളെ തടയുന്ന കാണുമ്പോഴത്തേക്കും, നീയാണെങ്കിൽ എന്നെ ഒരിക്കൽ ശപിച്ചതല്ലേ, ആ ശാപമെല്ലാം ഇപ്പം തന്നെ തീർത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇയാളെ കൈ സ്വന്തമായിട്ട് ഇങ്ങനെ മുറിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ചോര അവരെ ദേഹത്തേക്ക് ആക്കുമ്പോഴത്തേക്കും തുപ്പിൻ്റെ അമ്മയ്ക്ക് അവിടെ പിടിച്ചിരിക്കാനേ പറ്റുന്നില്ല. അവൻ്റെ അമ്മ അവിടെ നിന്ന് മാങ്ങി പോവാണ്. ഇത് കാണുമ്പോൾ തുപ്പിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കേട്ടോ, താൻ എൻ്റെ അമ്മേനെ എന്താ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അവർ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്നത്, എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണോ, ഞാൻ തന്നെ നിന്നെ വിടാമെന്ന് പറഞ്ഞിട്ട് തുപ്പിനെ കൊല്ലാനേ പോകുന്നുണ്ട്. അവനെ കുത്താനേ പോകുന്നതും പെട്ടെന്ന് അയാളുടെ കയ്യിലേക്ക് ആരോ ഷൂട്ട് ചെയ്യുകയാണ്. നോക്കുമ്പോൾ സിംഗൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ അച്ഛനെ ഷൂട്ട് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിട്ട് ബോംബ് ഓടി വരുന്നുണ്ട് അയാളെ രക്ഷിക്കാനായിട്ട്. അത് മാത്രമല്ല സിംഗിനെ അടിക്കാനായിട്ട്. എന്നാൽ സിംഗ് ബോംബിനെയും ഷൂട്ട് ചെയ്തങ്ങ് ഇടാണ്. എന്നിട്ട് സിംഗ് ആണെങ്കിൽ തുപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ട് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേപോലെ ഡാറിൻ്റെ അടുത്ത് പോയിട്ടും നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡാറിൻ ഞാൻ ഓക്കെയാണ്, നീ കിങ്ങിനെ പോയി ഒന്ന് ചെക്ക് ചെയ്യാനായി പറയുന്നുണ്ട്. കിങ്ങിനെ നേരത്തെ അത്തിക്കുൻ ആ ഒരു കത്തി കൊണ്ട് കുത്തിയതുകൊണ്ട് തന്നെ കിങ്ങിന് ഇപ്പോൾ അനങ്ങാൻ പോലും പറ്റാതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി നോക്കുമ്പോൾ കിങ്ങിന് ഇതുപോലെ കുത്ത് കിട്ടിയെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം സിംഗിനോട് പറയുന്നുണ്ട്. കാറിൻ്റെ കീ തരാൻ പറഞ്ഞിട്ട് അതും വാങ്ങിച്ച് എന്തോ ആവശ്യം എടുക്കാനായിട്ടെന്തോ കാറിലേക്ക് പോകുന്നുണ്ട്. ആ സമയം സിംഗ് നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു റിച്വൽ ചെയ്യണമെന്നുള്ള രീതിയിൽ അത്തിക്കുൻ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ മന്ത്രങ്ങളെല്ലാം പറയാനായി തുടങ്ങുന്നുണ്ട്. ആ സമയം സിംഗ് ദേഷ്യം വന്നിട്ടോ താൻ ഈ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നതിനകത്ത് തനിക്ക് എന്താ, താൻ എന്തൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇയാളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇയാളെ ആ ഒരു മന്ത്രങ്ങളെല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേഷ്യം വന്നിട്ട് സിംഗാണെങ്കിൽ ഇയാളെ ഷൂട്ട് ചെയ്യാനായി പോകുന്നുണ്ട്. എന്നാൽ തുപ്പാണെങ്കിൽ ഷൂട്ട് ചെയ്യരുതെന്ന് വിളിച്ച് പറയുന്നുണ്ട്. സിംഗിൻ്റെ അടുത്തേക്ക് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഇയാളെ ഷൂട്ട് ചെയ്ത് കഴിക്കാം, ഇയാൾ ചെയ്ത പാപങ്ങളും എല്ലാം തന്നെ നിൻ്റെ പുറകെ ഫോളോ ചെയ്ത് തരും, അതുകൊണ്ട് നീ എന്തായാലും ഇയാളെ ഷൂട്ട് ചെയ്യാനേ പാടില്ല എന്ന് സിംഗിനോട് പറയുന്നുണ്ട്. ഷൂട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സിംഗ് ആണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. പകരം അവനാണെങ്കിൽ ആ റിച്വൽ നശിപ്പിക്കാനായിട്ട് അയാൾ അറേഞ്ച് ചെയ്തിട്ട് എല്ലാ സംഭവങ്ങളും കോളമാക്കി ഇടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ബോമിനെ അവൻ ഷൂട്ട് ചെയ്താലും ബോം മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ബാക്കിൽ നിന്ന് വന്നിട്ട് സിംഗിനെ അടിച്ചിടാനായി നോക്കുന്നുണ്ട്. സിംഗിൻ്റെ ബോധം ചെറുതായിട്ട് പോകാനായി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ബോമാണെങ്കിൽ തൂക്കിക്കൊല്ലാനായിട്ടിരുന്ന കയറിൽ സിംഗിൻ്റെ കഴുത്ത് ഇങ്ങനെ കുരുക്കാണ്. അവനെ എന്നിട്ട് കൊല്ലാനായി നിൽക്കുന്ന സമയം സിംഗ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ബോമിനെ അടിച്ചിടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ബോമിൻ്റെ ബോധം അവിടെ പോകുന്നുണ്ട്. ഇതേ സമയം ആ ഒരു പ്രേതം, അതായത് ഇവർ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രേതം അവൻ്റെ പുറകെയായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു അത്തിക്കുഞ്ഞും ചെന്നിട്ട് ഇവൻ്റെ കഴുത്തിലോട്ടിട്ട് ആ ഒരു കയറ് വലിച്ചങ്ങ് പിടിക്കുകയാണ്. അങ്ങനെ ഇവനാണെങ്കിൽ അവിടെ കിടന്ന് ഇങ്ങനെ കുരുങ്ങുന്നുണ്ട്, മരിക്കും എന്നുള്ള സിറ്റുവേഷൻ ആവുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും എസ്കേപ്പ് ആവാനായിട്ട് പറ്റുന്നില്ല. തുപ്പിൻ്റെ എല്ലാവരെയും കൈ ഇങ്ങനെ ലോക്കാക്കി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ രണ്ടും കൽപ്പിച്ച് തുപ്പാണെങ്കിൽ കുറേ മന്ത്രങ്ങളൊക്കെ തന്നെ പറയാനേ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അതിലാണെങ്കിൽ ആ ഒരു പ്രേതം മാങ്ങി പോകുന്നുണ്ട്. അത് മാത്രമല്ല അത്തിക്കുൻ കൊണ്ട എല്ലാ പ്രേതങ്ങളുടെ ആത്മാവ് അയാൾക്ക് നേരെ തന്നെ തിരിഞ്ഞിട്ട് അയാൾ അവിടെ വെച്ച് തന്നെ കൊന്നു കളയുന്നുണ്ട്. അതേസമയം തുപ്പാണെങ്കിൽ സിംഗിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ ലോക്ക് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് പറ്റുന്നില്ല. സിംഗ് ആണെങ്കിൽ ഒരുവിധം മരിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ആണെങ്കിൽ ഓടി വരുന്നതും തുപ്പെല്ലാം തന്നെ ഒന്ന് പോയി സിംഗിനെ നോക്കാനേ പറയുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോൾ സിംഗിന് ശ്വാസം ഉണ്ടായിരുന്നില്ല. ആണെങ്കിൽ അവൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവിടെ കിങ്ങും എല്ലാവരും തന്നെ നോക്കിക്കൊണ്ട് സിംഗിനെ ഇങ്ങനെ രക്ഷിക്കുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ ഒരു കേസ് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രസ് മീറ്റ് നടക്കുകയാണ്. അവിടെ വെച്ചിട്ട് ഈ ഒരു കേസ് സ്വന്തമായിട്ട് കിങ് ആണ് സോൾവ് ചെയ്തത്, ക്രൈം സീനിൽ കിങ് മാത്രമാണ് പോയെന്നൊക്കെ മീഡിയക്കാർ ചോദിക്കുമ്പോൾ അല്ലല്ല, ഞാൻ ആ ഒരു ടീമിലെ മെമ്പർ മാത്രമാണ്, മെയിനായിട്ട് ഈ കേസ് സോൾവ് ചെയ്ത സിംഗ് ആണ്. സിംഗ് ഇപ്പോൾ ഈ ഒരു കേസ് കാരണം ഭയങ്കര ക്രിട്ടിക്കൽ കണ്ടീഷനായിട്ട് ഹോസ്പിറ്റലിലുമാണ്, നിങ്ങളെല്ലാവരും അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്.
അടുത്ത് തുപ്പിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ സിങ്ങിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന റൂമിൻ്റെ പുറത്ത് തന്നെ അവൻ നിൽക്കുന്നുണ്ട്. ആ ടൈമിന് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് സിങ്ങിൻ്റെ ബോഡിയൊക്കെ നന്നായിട്ട് തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ്റെ അടുത്തുനിന്ന് യാതൊരു റെസ്പോൺസും വരുന്നില്ല. അവനെതിരായിട്ട് ഉണർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫാമിലിയൊക്കെ ഒന്ന് പ്രിപ്പയർ ആയി ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. തുപ്പ് കരയുകയും ചെയ്യാണ്. അടുത്ത് സേനയും ഡറിനെയും കാണിക്കുകയാണെങ്കിൽ രണ്ടുപേരും വർക്ക് പ്ലേസിൽ നിൽക്കുന്നുണ്ട്. ഡറിൻ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സേ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് കുറച്ച് റൊമാൻറ്റിക്കായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് സിങ്ങിൻ്റെ കാര്യം എന്തായെന്ന് ഡറിൻ ചോദിക്കുമ്പോൾ സേയാണെങ്കിൽ എനിക്കറിയത്തില്ല, ഇതുവരെയായിട്ട് അവന് ബോധം വന്നിട്ടില്ല, എന്താവും എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, എല്ലാം ഓക്കെ ആവുമെന്ന് തിരിച്ച് ഡറിൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് തുപ്പാണെങ്കിൽ നേരെ സിങ്ങിൻ്റെ അമ്മേനെ കാണാനായിട്ട് പോകുന്നതാണ്. ചെല്ലുമ്പോൾ തന്നെ എന്നെ ഓർമ്മയുണ്ടോ, എൻ്റെ പേര് തുപ്പാണെങ്കിൽ അന്ന് സിങ്ങിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് എനിക്ക് ഓർമ്മയുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ആ ടൈമിന് തുപ്പാണെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കണം, നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് സിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല, സിങ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഭയങ്കര ക്രിട്ടിക്കലായിട്ടാണ് ഇരിക്കുന്നത്, ഐ എം സോറി എന്നൊക്കെ പറയും കരയുന്നുണ്ട്. ആ ടൈമിൽ സിങ്ങിൻ്റെ അമ്മ നീ ഇവിടെ ഇരിക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്നിട്ട് ചെറിയ റിച്വൽ ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം എടുത്തുകൊണ്ട് വരുന്നുണ്ട്, പൂക്കളൊക്കെ വെച്ചിട്ടുള്ള. അത് വന്നിട്ട് അവന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നീയാണെങ്കിൽ സിങ്ങിൻ്റെ ആത്മാവിനെ തിരിച്ച് അവൻ്റെ ശരീരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു റിച്വൽ ചെയ്യണം. അവൻ ഒരിടത്തും പോയിട്ടില്ല, അവൻ അവിടെ തന്നെയുണ്ട്, അവനിപ്പോൾ മരിക്കാനും പോകുന്നില്ല, നീ ആ കാര്യങ്ങളൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല, സിങ്ങിനൊന്നും സംഭവിക്കുന്നില്ല, നീയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് സിങ്ങിന് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും, നിങ്ങളിവിടെ വരുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല, മുമ്പാണെങ്കിൽ സിങ്ങിൻ്റെ അനിയത്തി മരിച്ച ടൈമിന് ആ കാരണമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് സിങ് സ്വയം പറയായിരുന്നു. അതിലൂടെ അവൻ ഇടയ്ക്കിടയ്ക്ക് വയ്യാതായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവുമായിരുന്നു. എന്നാൽ വയ്യാതാവുന്നതിൻ്റെ റീസൺ ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു. അന്ന് അവനൊന്നും സംഭവിക്കില്ലേ, അവനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിന് പകരം ഇവിടെ തന്നെ എപ്പോഴും താമസിക്കാമെന്നും ഇവിടെ തന്നെ നിൽക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വിട്ട് വരാനായിട്ട് പറ്റത്തില്ല. പിന്നെ അവനിപ്പോൾ വീടായിട്ട് അവനിപ്പോൾ കൂടെ നീയുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പേടിയുമില്ല, നീ തിരിച്ച് അവൻ്റെ അടുത്തേക്ക് പോക്കോ, നീ ടെൻഷൻ ആവണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തുപ്പ് തിരിച്ചു പോയിട്ട് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു റിച്വലൊക്കെ ചെയ്യുന്നുണ്ട്. സിങ്ങിൻ്റെ ബോഡിയിൽ നോക്കിയിട്ട് അവൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വാ, നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വാന്നൊക്കെ. അങ്ങനെ പിന്നീട് സിങ്ങിൻ്റെ ആത്മാവിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ ഏതൊരു സ്ഥലത്താണുള്ളത് അവിടെ തന്നെ അവൻ്റെ അനിയത്തിയുടെ ആത്മാവും ഉണ്ട്. അവനാണെങ്കിൽ അവൻ്റെ അനിയത്തിയുടെ അടുത്ത് പോയിട്ട് ഞാൻ മരിച്ചോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നീ മരിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല, പിന്നെ നീയാണെങ്കിൽ ഇതിനെ സ്വയം കുറ്റപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ സിങ് കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. അവൻ്റെ അനിയത്തിയെപ്പോൾ നീ തിരിച്ചു പോക്കോ, നിന്നെ കയറിയാനായിട്ട് അവിടെ ഒരാളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അവൻ്റെ അനിയത്തി അവിടെ നിന്ന് അങ്ങനെ വാങ്ങി പോകുന്നുണ്ട്. പിന്നീട് വീണ്ടും പ്രസൻറ്റിൽ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ തുപ്പാണെങ്കിൽ സിങ്ങിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. സിങ് ആണെങ്കിൽ ഇതുവരെയായിട്ട് കണ്ണു പറഞ്ഞിട്ടില്ല, തുപ്പിൽ നല്ല സങ്കടം വന്നിരിക്കുകയാണ്. സിങ്ങിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് മെക്കും സെയും ഡറിനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിന് തുപ്പാണെങ്കിൽ അവൻ ഇതുവരെയായിട്ട് കണ്ണു വന്നിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ സെയാണെങ്കിൽ സിങ്ങിനെ പാലിയേറ്റീവ് കെയറിലോട്ട് മാറ്റുന്ന കാര്യമൊക്കെയാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് സംസാരിക്കുന്നത്. അവനാണെങ്കിൽ കണ്ണു തുറക്കാൻ ചാൻസ് ഇല്ല എന്നൊക്കെ ഒരു സംസാരം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഡറിനാണെങ്കിൽ നീ അങ്ങനെയൊന്നും പറയില്ലേ എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. സെയ്യ അപ്പോൾ നമ്മൾ ചില സമയം ഇങ്ങനെയൊക്കെ സത്യമൊക്കെ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ, അതിപ്പോൾ നമ്മൾ ഹേർട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും എന്ന് പറയുന്നുണ്ട്. തുപ്പാട്ടവൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് നീ എന്നെ ഇട്ടിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് നീ പോവുകയാണോ, എനിക്ക് നീ ഇല്ലാതെ എൻ്റെ ലൈഫിൽ വേറെ ആരും ഉണ്ടാവത്തില്ല, പ്ലീസ് നീ തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് സിങ്ങിനെ നോക്കി തന്നെ ഒരുപാട് കരയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സിങ്ങിൻ്റെ കൈ ജസ്റ്റ് ഒന്ന് അനങ്ങുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ സിങ് ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നുണ്ട്. അതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. സിങ് ഓക്കെ എന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തന്നെ സിങ് കണ്ണൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ തുപ്പാണെങ്കിൽ സിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ തന്നെ ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ സിങ്ങൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, വീണ്ടും ഡ്യൂട്ടിയിലേക്ക് അവൻ കയറിയിരിക്കുകയാണ്. അങ്ങനെ സിങ്ങും കിങ്ങും പിന്നെ തുപ്പും കൂടെ ആയിട്ട് ഇപ്പോൾ ബോമിനെ കാണാനായിട്ട് പോയിരിക്കുകയാണ്. അത്തിക്കുൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ, ബോം ഇപ്പോഴും മരിച്ചിട്ടില്ല. അപ്പോൾ ബോമിനെ ആണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ട് ലോക്ക് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കാണ്. ആക്ച്വലി ജനിച്ചപ്പോഴേ അവനൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള കാര്യം നമ്മളൊരു എപ്പിസോഡിൽ കണ്ടതാണ്. അത് കാരണം തന്നെ പെട്ടെന്ന് മരിച്ചു പോകുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾ, അതായത് അത്തിക്കുൻ ഒരു റിച്വൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം അയാളും ഇവൻ പോലും ജീവനോട് ഇങ്ങനെ മരിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവനാണെങ്കിൽ ഒരുപാട് മെൻ്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് പണ്ടേ ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു, അതിപ്പോൾ വല്ലാണ്ട് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരവനെ പോയി കാണുമ്പോഴത്തേക്കും അച്ഛാ അത്, അച്ഛാ ഇത്, അച്ഛാ നമ്മളെല്ലാവരും കൊന്നില്ലേ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് കുറേ സംസാരിക്കുന്നുണ്ട് അവൻ. പിന്നീട് കിങ്ങും സിങ്ങും കൂടെ ആയിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. കിങ് തിരിച്ച് ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് തന്നെ പോയിട്ട് അവിടെ വർക്ക് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്, അതായത് അവൻ്റെ കേസുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ സിങ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇനി ഫ്രണ്ട്സായിട്ട് ഇരിക്കാമെന്ന് പറയുമ്പോൾ കിങ് ഇപ്പം വേണ്ട, ഇപ്പം ഞാൻ നിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നിൻ്റെ അടുത്തുള്ള ഫീലിങ്സ് മാറത്തില്ല, അപ്പോൾ ഫസ്റ്റ് ഫീലിങ്സ് ഒക്കെ മാറട്ടെ എന്നിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആവാമെന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത ദിവസം സിങ്ങും തുപ്പും സെയും ഡറിനും കൂടെ ആയിട്ട് സിങ്ങിൻ്റെ അമ്മേനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ സിങ് പറയുന്നുണ്ട് നാളെ തുപ്പിൻ്റെ ബർത്ത്ഡേ ആണ്, അമ്മ അവനൊന്ന് ബ്ലസ് ചെയ്യാമോ എന്ന്. അങ്ങനെ ഇതിന് എപ്പോഴും ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കട്ടെ, എനിക്ക് നല്ലത് മാത്രം വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ തുപ്പിനൊന്ന് വിഷ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അമ്മയ്ക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് സെയും ഡറിനും കപ്പിളാണ്, അതുപോലെ തന്നെ സിങ്ങും തുപ്പും കപ്പിളുമാണ്. അപ്പോൾ നിങ്ങളുടെ കല്യാണം വല്ലതും ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞേക്ക്, നല്ലൊരു ഡേറ്റ് ഞാൻ കണ്ടുപിടിച്ച് തരാമെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അതിനുശേഷം തുപ്പ് പുറത്തേക്കൊന്ന് മാറി നിന്നിട്ട് പ്രാർത്ഥിക്കുന്ന സമയം അവൻ്റെ
അമ്മയുടെ ആത്മാവ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൻ്റെ അമ്മേനെ കാണുമ്പോൾ അവന് ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. കാരണം ഇത്രയും വർഷമായിട്ടും അത് തൻ്റെ അമ്മയാണെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവൻ്റെ അമ്മയാണെന്ന് ഇത്രയും വർഷം അവൻ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ മനസ്സിലായതുകൊണ്ട് തന്നെ തുപ്പ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. തുപ്പ് എഴുന്നേറ്റ് അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് ക്ലോസ് ആയി പോകാനായിട്ട് നിൽക്കുമ്പോൾ അവൻ്റെ അമ്മയാണെങ്കിൽ വേണ്ട, അടുത്തേക്ക് വരണ്ട, നീ എന്നെ കണ്ട പേടിക്കൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ തുപ്പാണെങ്കിൽ ഇല്ല അമ്മ, ഒരിക്കലും ഞാൻ പേടിക്കത്തില്ല. ഇത്രയും വർഷം ഞാനാണെങ്കിൽ വിചാരിച്ചിരുന്നത് എന്തിനാ ഞാൻ ഇങ്ങനെ ജീവിക്കുന്ന, പ്രേതങ്ങളെയും കണ്ട് ഒറ്റപ്പെട്ട് ആരും ഇല്ലാണ്ട് ഒരു അനാഥനായിട്ട് എന്തിനാ ഇങ്ങനെ ജീവിതം തന്നേന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴാണ് എനിക്കൊരു അമ്മയുണ്ടെന്നും ആ അമ്മ എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാനൊന്ന് അമ്മേനെ ഹഗ് ചെയ്തോട്ടെ എന്നിങ്ങനെ ചോദിച്ചിട്ട് രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട്. ആ ടൈമിന് അവൻ്റെ അമ്മയുടെ ആ ഒരു മുഖമൊക്കെ മാറിയിട്ട് മുമ്പ് അമ്മ എങ്ങനെയാണ്, അതായത് മരിക്കുന്നതിന് മുന്നേ എങ്ങനെയാണോ മനുഷ്യൻ്റെ രൂപത്തിൽ ഇരുന്നത് അതുപോലെ അമ്മയുടെ മുഖം മാറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ്റെ അമ്മയാണെങ്കിൽ അവിടെ നിന്ന് മാങ്ങി പോകുന്നുണ്ട്. തുപ്പ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് സിംഗ് വന്നിട്ട് തുപ്പിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം, അതായത് തുപ്പിൻ്റെ ബർത്ത്ഡേയുടെ നിന്ന് തുപ്പാണെങ്കിൽ ഈ സിംഗിനെ വിളിച്ചുകൊണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഒന്ന് കറങ്ങാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഞാനാണെങ്കിൽ നിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ എടുത്ത് നീ പോസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ സിംഗ് ആണെങ്കിൽ അതിനെന്താ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം റൈഡിലൊക്കെ കയറിയിട്ട് കറങ്ങിയൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം തുപ്പാണെങ്കിൽ അത് പിന്നെ എനിക്ക് ഇതൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ അവരുടെ നിൽക്കുന്ന ടൈമിന് മടിച്ച് ഒരു കാര്യം പറയാനേ വരുന്നുണ്ട്. സിംഗ് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നീ എനിക്ക് കിട്ടുന്ന മോതിരം എൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ മിസ്സായി, ഇന്ന് രാവിലെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ റൈഡിൽ കയറിയപ്പോഴായിട്ട് പോയെന്ന് തോന്നുന്നു, ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. എന്നാൽ സിംഗ് അതൊന്നും കുഴപ്പമില്ല, നീ സ്നേഹിക്കുന്ന ആൾ നിൻ്റെ മുന്നിൽ തന്നെ ഇല്ലേ, അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ മോതിരത്തിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കുന്നത്, ഞാൻ നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ വീണ്ടും ഒരു റൈഡിലൊക്കെ കയറിയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അന്ന് നൈറ്റ് സിംഗ് ആണെങ്കിൽ പുറത്തൊരിടത്തായിട്ട് ഒരു ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തുപ്പിനെ അങ്ങോട്ടേ കൊണ്ടുവന്നിരുത്തുമ്പോൾ തുപ്പ് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അവിടെ വെച്ചിട്ട് തുപ്പിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരു ബൊക്കെയൊക്കെ ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല കേക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ ഇങ്ങനെ ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ട് ഓക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ തുപ്പാണെങ്കിൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്കൊരു കേക്ക് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം സിംഗ് ഇനി വിഷമിക്കേണ്ട, എല്ലാ ബർത്ത്ഡേക്കും നിനക്ക് കേക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തുപ്പിൻ്റെ അടുത്ത് എന്തെങ്കിലും ആഗ്രഹമൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട് ആ ഒരു ക്യാൻഡിലെല്ലാം തന്നെ ഊതി അണയ്ക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം തുപ്പാണെങ്കിൽ ബർത്ത്ഡേ സോങ് ഒന്നും പാടുന്നില്ലേന്ന് നോക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും തുപ്പ് സിംഗ് ഇപ്പോൾ പാടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ സിംഗ് പാടാതിരിക്കുമ്പോൾ ശരിക്കും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ആ സമയം സിംഗ് ഇല്ല എന്ന് പറയുന്നുണ്ട്. തുപ്പ ഒന്ന് പാടി തന്നൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സിംഗ് ആണെങ്കിൽ അവന് ഹാപ്പി ബർത്ത്ഡേ സോങ് പാടി കൊടുക്കുന്നുണ്ട്. കേക്കൊക്കെ ഇങ്ങനെ ഊതി അണയ്ക്കുന്നുണ്ട്. തുപ്പ് എന്നിട്ട് സിംഗിൻ്റെ അടുത്ത് വേറെ ഗിഫ്റ്റൊന്നും ഇല്ലേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ സിംഗ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തുപ്പിന് ചെറിയൊരു സങ്കടമാവുന്നുണ്ട്. എന്നാലും തുപ്പാണെങ്കിൽ ഒന്നും കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് സിംഗ് ആണെങ്കിൽ തുപ്പിനെ വിളിച്ച് കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിരിക്കുകയാണ്, അതായത് നക്ഷത്രങ്ങളെയൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ. അവിടെ വെച്ചിട്ട് തുപ്പിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ആഗ്രഹം വിഷ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നീ എന്തായിരിക്കും ആഗ്രഹിക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നിൻ്റെ കൂടെ എന്നും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് തുപ്പ് പറയുന്നുണ്ട്. സിംഗ് അപ്പോൾ ശരിക്കും അവനായിട്ടൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് മാച്ചിങ് ആയിട്ടുള്ള മോതിരങ്ങളായിരുന്നു. അത് കാണുമ്പോൾ തുപ്പൊന്ന് സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം ആ ഒരു മോതിരങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് ഇവിടെ ഉണ്ടാവുന്നത്. സോ ഈ സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആരും പറയാനായിട്ട് മറക്കരുത്. കമന്റ് ബോക്സിൽ മറുപടികളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരെ ബൈ.